ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിത് മലേൻ്റെ മുകളിൽ നിന്ന് എണീക്കുന്ന കേട്ടോ. ഇന്നലെ കണ്ട ആളിതാ കൂട്ടുകൂടി തന്നെയുണ്ട്. കൂട്ടിനൊന്നൊരു കുറവില്ല. അടപ്പായാലും നമുക്ക് സുരക്ഷയായിട്ട് രാത്രി വേറെ പട്ടികൾ വന്നിട്ട് എല്ലാതിനും ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തന്നെ എന്നാടാ ഞാൻ ബിസ്ക്കറ്റ് തരാം കേട്ടോ. നമ്മൾ ടെൻറ്റ് കേട്ടോ. പറയണ കിടന്നത് അമ്പലം. അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അവിടെയാണ് അമ്പലം ഉള്ളത്. നാട്ടുകാരിവിടെ ആടെ വണ്ടി കയറ്റാനൊന്നും വിടാറില്ല കേട്ടോ സാധാരണ. ഇന്നലെ രാത്രി പിന്നീട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഷെയർ ഇട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പിന്നെ എവിടെയായാലും എല്ലാവരോടും കമ്പനി ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരുമായിട്ട് കമ്പനിയായി. അവരൊന്നും പ്രശ്നമില്ല. 3-4 ആൾക്കാർ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്. ഇനി അഥവാ രാത്രി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ വിളിച്ചോന്നും പറഞ്ഞിട്ട് നമ്പറിൽ തന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബോർഡ് കേട്ടോ. എന്തായാലും നമ്മളിവിടുന്ന് വിടുവാണ്. ഞാൻ വണ്ടിയൊക്കെ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആദ്യം പിന്നെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ സൺറൈസ് സൺസെറ്റ് ഒന്നും കാണുന്നില്ല. ലൈറ്റൊക്കെ സെയിമാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നിലമ്പൂർ സൈഡ് പിടിക്കാം കേട്ടോ. രാവിലെ തന്നെ കുറച്ച് ഓടാം. ഇവിടെ MVD മാമന്മാർ രാവിലെ തന്നെ റെഡി ആയിരിക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ നിലമ്പൂരേക്കുള്ള യാത്രയില്ല കേട്ടോ. കോഴിക്കോട് തലവക്കോട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ചായ പിടിക്കാൻ വേണ്ടി സൈഡാക്കിയതാണ്. നല്ല മട്ടൻ പഴംപൊരി. അങ്ങനെ നമ്മളിതാ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ വണ്ടി എടുത്ത് വിട്ടു. അവിടെ നിന്ന് പിന്നെ വേഗം ടെൻ്റെല്ലാം മടക്കി വെച്ച് വരുന്ന വഴിക്ക് ഒരു ചായ എല്ലാം കുടിച്ച് നേരെ ഇങ്ങ് എത്തി കേട്ടോ. മണ്ണാർക്കാട് നമ്മൾ ആഷിഖാൻ്റെ വീട്ടിലേക്കാണ്. നമ്മുടെ BOC മെമ്പറാണ്. കേരളത്തിൽ എവിടെയായാലും നമുക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട്. BOCയിലെ എല്ലാവരും എവിടെ ആയാലും ഭയങ്കര ഹെൽപ്പിന് എത്തുന്ന ടീമാട്ടോ. അപ്പോൾ ആഷിഖാൻ്റെ വീട്ടിലെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അടുത്ത അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഷിഖാൻ്റെ നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ആനപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട് ഇവിടെ. ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാട്ടോ. ഇതൊരു ഫോറസ്റ്റിൻ്റെ അകത്താണ്. ഇത് നമ്മളെ സൈലന്റ് വാലിൻ്റെ ഒരു പാട്ടായിട്ട് വരും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒന്നും എൻട്രി അങ്ങനെ കിട്ടൂല. ഇവിടെ മേളിൽ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മൾ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് ഒരു മോഡറേറ്റ് ഓഫ് റോഡ് എന്ന് പറയാം. അല്ലാണ്ട് അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടൊന്നുമില്ല. റിസോർട്ടിനുള്ള സെറ്റാണ്. ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഫുള്ള് ഇത് സൈലന്റ് വാലിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ. ഇത് പബ്ലിക്കിന് അങ്ങനെ എൻട്രി ഇല്ല ശരിക്കും. ഫോറസ്റ്റിൻ്റെ അനുമതി വേണം ഇങ്ങോട്ട് കയറണമെങ്കിൽ. ആഷിക്കൊക്കെ പിന്നെ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് കയറി. അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ നമ്മൾ ഇതാ തിരിച്ചിറങ്ങി പോവാണ്. ഇനി നേരെ ആഷിഖാൻ്റെ വീട്ടിൽ പോയിട്ട് ലഞ്ച് അവിടെ നിന്നായിരിക്കും. അപ്പോൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളെ ഫ്രണ്ട് ഉണ്ട്, തോമാച്ചനുണ്ട് ഇവിടെ. തോമാച്ചനൊന്ന് കണ്ടിട്ട് നേരെ നിലമ്പൂർ പോകാൻ കേട്ടോ പ്ലാന്. അതിനിടയ്ക്ക് പറ്റിയാൽ എവിടെയെങ്കിലും സ്പോട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ കാണണം. ഇത് ആഷിഖാൻ്റെ വീടാണ് കേട്ടോ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീടിൻ്റെ കുറച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതുണ്ടായിരുന്നു. അവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട്. സൂപ്പർ. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി വീഡിയോസും ഫോട്ടോസും. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കേരളക്കുണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയുള്ള പോക്കാട്ടോ. നമ്മൾ 3 ആളാണുള്ളത്. ഞാനും ആഷിക്കയും തോമാച്ചനും. അപ്പോൾ നമ്മൾ 3 ആളും കൂടിയിട്ട് എന്തായാലും കേരള കൊണ്ടുപോയിട്ട് ഒരു നല്ലൊരു കൂടി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എത്തുന്നത് വരെ. ഓക്കെ, എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ആയിരിക്കും ഇങ്ങനത്തെ പണികളെടുക്കുമ്പോൾ ഒരു രസമല്ലേ. ഇത് പോകുന്ന വഴിയിലൊരു മരം കേട്ടോ. വളരെ പഴക്കമുള്ളൊരു മരമാണ്. അത്യാവശ്യം നല്ല സൈസുണ്ട് വേരൊക്കെ. നമ്മളുള്ളത് ഇപ്പോൾ കേരള കുണ്ട് വെള്ളച്ചാട്ടത്തിലേട്ടാ. കരുവാരക്കുണ്ടിനടുത്താണ്. വണ്ടിയുടെ വെച്ചുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ 7 കൊണ്ട് പോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പോകണം. അതുപോലെയില്ലേ നല്ല ആഴമുള്ള കുഴികളാട്ടോ. ഓ, അത്യാവശ്യം നല്ല സാധനമാണല്ലോ. ഹായ്, അപ്പോൾ നമ്മളുള്ളത് കേരള കുണ്ട് കേട്ടോ. കേരള കുണ്ട് വാട്ടർഫാൾസ് കരുവാരക്കുണ്ടിൻ്റെ അടുത്ത്. ഇവിടെ വെള്ളത്തിലാണ് കേട്ടോ ഫുള്ള്. ആ വെള്ളത്തിലല്ല, ഈ വെള്ളത്തിൽ. അടിപൊളി കേട്ടോ, അടിപൊളി ലൊക്കേഷനാണ്.
നശിപ്പിക്കണത്. നമ്മളതാ കുളിയെല്ലാം കഴിഞ്ഞ് പോവാണ്. ഇത് കയറിപ്പോന്നല്ല കണ്ട, കയറിനെ പിടിച്ച് കയറിപ്പോണം കേട്ടാ. ഫുള്ള് റിസ്കി ഷോട്ടുകളാണ്. ഇനി അടുത്ത ഞാൻ കയറട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് കയറി പിടിച്ച് കയറണം കേട്ടോ. വേറെ ഇറങ്ങാനൊരു സ്റ്റെപ്പൊന്നുമില്ല. എന്തായാലും പൊളി. അങ്ങനെ ഇതാ നമ്മൾ പോവാണ്. ഇവിടുന്നുള്ള ഡൈവ് ചെയ്ത് നൈസായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തുണ്ട് കേട്ടോ അതേപോലൊരു സ്ഥലം. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. യെസ്, വേറെല്ലാം പിടിച്ചിട്ട് വേണം, കാട്ടുവള്ളിയെല്ലാം പിടിച്ചിട്ട് വേണം കയറിപ്പോയാൻ. അടിപൊളി. അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങും കേട്ടോ ഇവിടുന്ന്. ഇനി നേരെ ഒന്ന് തോമാച്ചൻ്റെ വീട്ടിൽ. ഇതാണ് തോമാച്ചൻ്റെ വീട്. ഞാൻ ഇവിടെ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇവരെയൊക്കെ നമ്മളെ BOC ക്ലബ്ബിൽ നിന്ന് കിട്ടിയ ഫാമിലിയാണ് കേട്ടോ. എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ട്രിപ്പിൽ. അങ്ങനെ തോമസ് ഏട്ടനോടും കുടുംബത്തോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. അടുത്ത് ഞാൻ ബെസ്റ്റ് മിറോയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു കല്യാണമുണ്ട് കൃഷ്ണൻ്റെ വീട്ടിലേക്ക്, നിലമ്പൂർ. അങ്ങനെയൊക്കെയാണ് പരിപാടി കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം തോമസ് ഏട്ടൻ്റെ ഫാമിലിൻ്റെ ഒന്നിച്ചായിരുന്നു. തോമസ് ഏട്ടൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ. ആൻഡ് ഉച്ചയ്ക്ക് ആശിക്കാൻ്റെ കൂടെയായിരുന്നു. അപ്പം BOC മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എവിടെ പോയാലും നമുക്ക് വീടുകളുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ബലം എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്ര സപ്പോർട്ട് ചെയ്തതിന്.